ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ലൈറ്റ് ഓൺ മീയുടെ എപ്പിസോഡ് 3 കാണാം. അപ്പോൾ നമ്മൾ എപ്പിസോഡ് 2ൻ്റെ അവസാനം കണ്ടു നിർത്തിയത് ഒരു പെണ്ണ് കൗൺസിലർ റൂമിലേക്ക് വരുന്നത് വരെയാണ്. അപ്പോൾ ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഡേവോണിനെയാണ്. ഡേവോണിൻ്റെ അടുത്ത് ഓടി വന്നൊരു ചെറുക്കൻ പറയുന്നുണ്ട്, സൂജിൻ വേറെ ആരെയോ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്കിനി ജീവിച്ചിരിക്കുന്ന, ഞാൻ മരിക്കാൻ പോകുന്നെന്നും പറഞ്ഞ് ആ പറഞ്ഞു തീർന്ന സെക്കൻഡ് അവ ഓടുന്നുണ്ട് മരിക്കാനായിട്ട്. അവൻ്റെ പിന്നാലെ ഡേവോണും പോകുന്നു. ഡേവോൺ പോയി കഴിഞ്ഞിട്ട് നങ്കുങ്ങാണെങ്കിൽ ടേക്കിങ്ങിനോട് പറയുന്നുണ്ട്, ഡേവോണിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല, അതുപോലെ സൂജിൻ എന്നെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാമെന്ന്. ഇത് കേട്ടാണെങ്കിൽ നങ്കുങ്ങിനെ ടേക്കിങ് ഒരുമാതിരി നോക്കുന്നു. അപ്പം അവൻ പറയുന്നു, ഒന്ന് വിശ്വസിക്കടാ, ഞാൻ സത്യമാണ് പറയുന്നതെന്ന്. അടുത്ത സീനിൽ ഡേവോൺ ആണെങ്കിൽ ആ മരിക്കാൻ പോയ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ഒരു കാര്യവും എടുത്ത് ചാടി ചെയ്യാനായിട്ട് പോവരുത്, ആലോചിച്ചതിന് ശേഷമേ എന്തായാലും ചെയ്യാവുള്ളൂ, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ എന്ന്. അപ്പം ആ ചെറുക്കൻ പറയും, എനിക്കെല്ലാം മനസ്സിലായി ഡേവോൺ, നീ എന്ത് നല്ലവനാണ്, നീ എനിക്ക് നിൻ്റെ ഫോൺ നമ്പർ തരുമോ എന്ന്. ഡേവോൺ ഇത് കേട്ടിട്ട് അവന് ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെറുക്കൻ അവിടെ നിന്ന് പോകുന്നു. ആ ചെറുക്കൻ പോയതിന് ശേഷം ഡേവോൺ ആണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് അപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എന്താ ഇവിടെ വന്നേന്ന്. അപ്പോൾ അവൾ പറയും, നീ എല്ലാവർക്കും നന്മ ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന്. ഈ സമയത്ത് ഞങ്ങും പറയണ്ടേ, ഇങ്ങനെയെന്ന് നമ്മുടെ സ്കൂൾ പ്രസിഡന്റ് അടുത്ത് സംസാരിക്കുക വെക്കൂല, മര്യാദയ്ക്ക് സംസാരിക്കണം. അതുമാത്രമല്ല, നീ സംസാരിക്കണ കേട്ടാൽ നമ്മുടെ ടെമ്പററി മെമ്പറിന് പേടിയാവില്ലേ എന്ന്. ഇത് കേട്ട് അവൾ ചോദിക്കും, ടെമ്പററി മെമ്പറോ എന്ന്. അപ്പം ഡേവോൺ ടേക്കിങ്ങിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവൻ്റെ പേര് ടേക്കിങ് എന്നാണ്, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പം ടെമ്പററി മെമ്പറായിട്ട് ജോയിൻ ചെയ്തതേ ഉള്ളെന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ ഇതിനു മുമ്പേ അവനെ കണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഡേവോൺ ചോദിക്കുക എങ്ങനെയെന്ന്. അപ്പോൾ അവൾ പറയും, നേരത്തെ നിന്നെ തിരക്ക് ഞാൻ വന്നായിരുന്നു, ആ സമയത്ത് അവനെ കണ്ടായിരുന്നു എന്ന് പറയും. അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഡേവോൺ ആണെങ്കിൽ ടേക്കിങ്ങിന് ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവളെ പേര് ലീസൂഹി എന്നാണ്, ഇവളെ അപ്പുറത്തെ സ്കൂളിലെ വൈസ് പ്രസിഡൻ്റാണ്, ഇവിടെ പലപ്പോഴും വരാറുണ്ടെന്ന്. ഇത് കേട്ട് ഷിൻവു പറയും, ഇവക്കിങ്ങനെ വരാൻ മാത്രമേ അറിയാവുള്ളെന്ന്. ഷിൻവു പറഞ്ഞതിന് ശേഷം അവൾ സ്വയമേ ടേക്കിങ്ങിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവളെ. എൻ്റെ പേര് ലീസൂഹി, ഞാൻ അപ്പുറത്തെ സ്കൂളിലെ വൈസ് പ്രസിഡൻ്റാണ്, അതുമാത്രമല്ല ഞാൻ ഇവിടെ പലപ്പോഴും വരാറുണ്ട്, പിന്നെ എൻ്റെ 3 വർഷമായിട്ടുള്ള ക്രഷാണ് ഡേവോൺ എന്ന്. ഇത് കേട്ടിട്ട് നങ്കും പറയും, ഓ അതെ അതെ എന്ന്. അപ്പോൾ അവൾ പറയും, എല്ലാവർക്കും എല്ലാം അറിയാം, നീ മാത്രമാണ് ഇങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാത്ത കണക്ക് അഭിനയിക്കുന്ന ഡേവോൺ എന്ന്. ഇവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഡേവോൺ അവൾക്ക് പറയുന്നുണ്ട്, സോറി ഡി, ഞാൻ നിന്നെപ്പറ്റി അവൻ്റെ അടുത്തൊന്നും പറയാതിരുന്നത്, എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ട് അവൾ പറയും, ആ അത് സാരമില്ല, ഇനി ഞാൻ അയക്കുന്ന മെസ്സേജിനെങ്കിലും നീ നേരെ ചൊവ്വേ റിപ്ലൈ തന്നാൽ മതിയെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈസൂഹി പോയി കഴിഞ്ഞിട്ട് ഡേവോൻ്റെ അടുത്താണെങ്കിൽ ഞങ്ങളും ചോദിക്കുന്നുണ്ട്, നിനക്കറിയാലോ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്, പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന്. ഇത് കേട്ടിട്ട് ഡേവോൺ പറയും, എനിക്ക് അവളെൻ്റെ സഹോദരിയെ പോലെയാണെന്ന്. അപ്പം ഞങ്ങൾ പറയും, ഓ സഹോദരിയെ പോലെ, ശരി ശരിയെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിൻവു ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഡേവോൺ ചോദിക്കും, നീ എങ്ങോട്ട് പോകുന്നു ഷിൻവു എന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഒന്നും പറയാതെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ഷിൻവു പോയി കഴിയുമ്പോഴത്തേക്കും ടേക്കിങ്ങിൻ്റെ അടുത്ത് ഡേവോൺ പറയും, നീ അവൻ്റെ പിറകെ പോവാൻ. ഇത് കേട്ടിട്ട് ടേക്കിങ് ശരിയെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ടേക്കിങ് പോയതിന് ശേഷം ഡേവോൺ നങ്കുങ്ങിനോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഇവർ പെട്ടെന്ന് തന്നെ കൂട്ടാകുമെന്ന്. ഇത് കേട്ടിട്ട് നങ്കും പറയും, നീ ചുമ്മാ ഇത് ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇരിക്കുക, അവർ ഫ്രണ്ട്സ് ആയിക്കോളൂന്ന്. അവിടെ ടേക്കിങ് ആണെങ്കിൽ ഷിൻമുവിൻ്റെ പിന്നാലെ പോവുകയില്ലേ. ഷിൻമുവിന് ഇത് മനസ്സിലായിട്ടാണെങ്കിൽ അവൻ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കും, നീ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതെന്ന്. അപ്പോൾ ടേക്കിങ് പറയാം, അതിന് ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഷിൻമു പറയും, നിർത്ത്, എനിക്ക് എല്ലാം മനസ്സിലായെന്ന്. അപ്പോൾ ടേക്കിങ് ചോദിക്കും ഷിൻമുവിനോട്, നിനക്ക് വിശക്കുന്നു എന്ന്. അപ്പോൾ ഷിൻമു പറയും ഇല്ലെന്ന്. അപ്പോഴത്തേക്കും അവൻ ചോദിക്കും, എന്നാൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാമെന്ന്. അപ്പോൾ ഷിൻമു പറയും വേണ്ടെന്ന്. അപ്പോൾ ടേക്കിങ് പറയും, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം, നീ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വെറുക്കുന്നത്, എന്ത് കാരണമായാലും പറയാം. അപ്പം ഷിൻവു പറയും, അതിനൊരു കാരണമില്ലെന്ന്. എന്നിട്ട് അവിടെ നിന്ന് അപ്പം തന്നെ ഷിൻവു പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഷിൻവു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെ അവിടെ ജ്യൂസ് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് ടേബിളിൽ. ഷിൻവു നോക്കുമ്പോഴത്തേക്കും അത് ടേക്കിങ് ആണ്. ടേക്കിങ് ആണെങ്കിൽ ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ടേക്കിങ് അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഷിൻവു നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തതെന്ന്. അപ്പോൾ ഷിൻവു ചോദിക്കും, നീ എന്നെ ഇത് മനസമാധാനമായിട്ടൊന്ന് കഴിക്കാൻ സമ്മതിക്കുമെന്ന്. അപ്പോൾ ടേക്കിങ് ആണെങ്കിൽ പെട്ടെന്ന് ഷിൻവുവിൻ്റെ പാത്രത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കും, നിനക്ക് മീൻസ് ഇഷ്ടമല്ലേ എന്ന്. ഇത് കേട്ട് ഷിൻവു ചോദിക്കും, നിനക്കിപ്പോൾ എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ ടേക്കിങ് ആണെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. കയ്യിലാണെങ്കിൽ അന്ന് സാർ അവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്ന്, ആ കാര്യങ്ങൾ എഴുതിയിട്ടുകൊണ്ടാണ് അവൻ വന്നത്. അപ്പോൾ അത് എന്നിട്ട് ഷിൻമുവിന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയാൽ നല്ലതായിരിക്കുമെന്ന്. ടേക്കും പറയുന്നത് കേട്ട് ഷിൻമു ആണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ടേക്കും പറയും, നില്ല് നില്ല്, നീ ഒന്നും കഴിച്ചില്ലല്ലോ, നീ കഴിച്ചിട്ട് പോവാ. പിന്നെ ഷിൻമു വാഷ്റൂമിൽ പോകുമ്പോൾ അവിടെയും ടേക്കിങ് പോകുന്നുണ്ട്. പോയിട്ട് അപ്പോഴും ചോദിക്കുന്ന ഒരേ കാര്യം ഇതാണ്, ഷിൻമു നീ എന്താ ഇങ്ങനെ എന്നെ വെറുക്കുന്ന എന്ത് കാര്യമായാലും കുഴപ്പമില്ല, നീ പറഞ്ഞു എന്ന്. ടേക്കിങ് ചോദിക്കുന്നത് കേട്ടിട്ട് ഷിൻമു അവിടെ നിന്ന് പോകാനായിട്ട്
പോകുന്നു. ഈ സമയത്ത് ടേക്കിംഗ് ആണെങ്കിൽ ഷിൻവുവിൻ്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെയും നീ എന്താ ഇങ്ങനെ എന്നെ വെറുക്കുന്നത്, എന്ത് കാര്യമായാലും കുഴപ്പമില്ല നീ പറഞ്ഞോന്ന്. ഇത് കേട്ട് ഷിൻവു പറയും, എനിക്കിങ്ങനെ എന്നെ ആരും ഫോളോ ചെയ്യുന്നത് ഇഷ്ടമല്ല, അതുപോലെ തന്നെ നീ എൻ്റെ ഫ്രണ്ടാകാനായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് നിൻ്റെ അടുത്ത് വെറുപ്പാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഷിൻവു ആണെങ്കിൽ ടേക്കിങ്ങിൻ്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. ഇതുകൂടെ ആകുമ്പോഴത്തേക്കും ടേക്കിങ്ങിന് വിഷമം വന്ന് അവ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഒന്നും പറയാതെ. അതിനുശേഷം ഷിൻവു നടന്നു വരുമ്പോഴത്തേക്കും അവിടെ ടേക്കിങ്ങും നങ്കുങ്ങും വരുന്നുണ്ട്. അപ്പോൾ ടേക്കിങ്ങിനെ കണ്ടിട്ട് ഷിൻവു ടേക്കിംഗ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ടേക്കിംഗ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഒന്നും മിണ്ടാതെ നങ്കുങ്ങിൻ്റെ അടുത്ത് ഞാൻ അകത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോകുന്നു. ഇത് കണ്ടിട്ട് നങ്കുങ് ആണെങ്കിൽ ഷിൻവുവിൻ്റെ അടുത്ത് ചോദിക്കും, ആഹാ എന്ത് പറ്റി രണ്ടുപേർക്കും എന്ന്. എന്നിട്ട് അതിനുശേഷം കാണിക്കുന്നത് 5 പേരും കൂടെ കൗൺസിലർ റൂമിൽ ഇരിക്കുന്നതാണ്. ഏവണാണെങ്കിൽ ടേക്കിങ്ങിനോട് ചോദിക്കും, നീ വൈകിട്ട് ഫ്രീ ആണോ എന്ന്. ഇത് കേട്ടിട്ട് ടേക്കിങ് പറയും, ഞാൻ ഫ്രീ ആണ് വൈകുന്നേരം എന്ന്. അപ്പം ഡേവൺ പറയുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകുന്നേരം ഒരു പാർട്ടിക്ക് പോകാമെന്ന്. അപ്പം ടേക്കിങ് ചോദിക്കും, നമ്മൾ 2 പേരും മാത്രമായിട്ടോ എന്ന്. അപ്പോൾ അവൻ പറയാം, അല്ല 2 പെൺപിള്ളേരും കൂടെ ഉണ്ട്, പറഞ്ഞു വന്നാൽ ഒരു ഡേറ്റിംഗ് പോലെയൊക്കെ തന്നെ, പിന്നെ ഇവരെ ഒന്നും വിളിച്ചാൽ ഇവർ വരില്ല, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്ന്. ഇത് കേട്ടിട്ട് ടേക്കിങ് പറയും, ഞാൻ ഇതിനു മുമ്പ് ഡേറ്റിങ്ങിനൊന്നും പോയിട്ടില്ല, അതുപോലെ തന്നെ ഞാൻ അത്രയ്ക്ക് വലിയ സുന്ദരനൊന്നും അല്ലെന്ന്. അപ്പോൾ ഡേവൺ ഇത് കേട്ട് പറയും, നീ നോക്കിയേ നീ എന്നെക്കാളും ഹാൻസം ആണെന്ന്. ഇത് കേട്ടിട്ടാണെങ്കിൽ ഷിൻവുവിന് ചുമ വരുന്നു. ഡേവൺ ടേക്കിങ്ങിനോട് പറയുന്നത്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ വരണ്ടെന്ന്. അങ്ങനെ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ടേക്കിങ് പറയും, ഞാൻ വരാമെന്ന്. ടേക്കിങ് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ തന്നെ ലീസുവി പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ട് വൈകുന്നേരം നിങ്ങളെ കൂടെയെന്ന്. അപ്പോൾ ഇവള് പറയുന്നത് കേട്ടിട്ട് അവരെല്ലാം അവളെ തന്നെ നോക്കുന്നുണ്ട്. അടുത്ത സീനിലാണെങ്കിൽ ആ 2 പെൺപിള്ളേരും ലീസുഹിനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ ഡേവണിന് മനസ്സിലായിട്ട് പറയുന്നുണ്ട്, അവളെ കൊണ്ടുവന്നത് അവൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല അധികം, അപ്പോൾ അങ്ങനെ നിങ്ങളോട് ഫ്രണ്ട്സ് ആവട്ടെന്ന് കരുതിയാണ് അവളെ കൊണ്ടുവന്നേന്ന്. അപ്പോൾ അവൾ പറയും, ആഹാ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന്. എന്നിട്ട് ഡേവൺ അവരടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ, ഞാൻ അതിൻ്റെ ബില്ല് പേ ചെയ്തോളാന്ന്. ഇത് കേട്ടിട്ട് ലീസുവി ചോദിക്കും, എന്തിനാ അവരച്ഛനും അമ്മയും അവർക്ക് പൈസ കൊടുത്തു കാണൂലേ, അവർ ആ പൈസ എടുത്ത് ബില്ല് പേ ചെയ്തോളൂ എന്ന്. ലീസുഹി പറയുന്നത് കേട്ടിട്ട് അവരെ തന്നെ ഒരുമാതിരി നോക്കുന്നുണ്ട് ആ പെൺപിള്ളേർ. അടുത്ത സീനിൽ അവർ ഫുഡ് കഴിക്കുകയാണ്. ഈ സമയത്ത് ഡേവൺ ആണെങ്കിൽ ലീസുയോട് പറയുന്നുണ്ട്, നിന്റെ കവിളിൽ എന്തോ പറ്റിയിരിക്കുന്നു എന്ന്. ഇത് കേട്ട് അവൾ ചോദിക്കുക, ഇവിടെയാണോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അവളെ കൈ പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലീസുയിക്കാണെങ്കിൽ നാണം വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആ 2 പെൺപിള്ളേരും വീണ്ടും അവരെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ പെൺപിള്ളേരിൽ ഒരാൾ ടേക്കിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിത് വേണോ എന്ന്. അപ്പോൾ അവൻ പറയും, വേണ്ട ഞാൻ ഇത് കഴിക്കാറില്ലെന്ന്. അപ്പോൾ അവിടെ ഇരിക്കുന്ന 2ാമത്തെ ആ പെണ്ണ് പറയും, നീ പേടിക്കണ്ട, ഞങ്ങൾ സീനിയേഴ്സ് ഒന്നും അല്ല ജൂനിയേഴ്സ് തന്നെയാണ്, നിനക്കിവിടെ ഇരിക്കാൻ കംഫർട്ടബിൾ ആണോ എന്ന്. അപ്പോൾ അവൻ പറയും, എനിക്ക് അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല ഇവിടെ ഇരിക്കാനെന്ന്. ടേക്കിങ് പറയുന്നത് കേട്ടിട്ട് ആ പെൺപിള്ളയുടെ മുഖഭാവം മാറുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ ഡേവൺ പറയും, അയ്യോ അവ ഇങ്ങനെയാണ്, അവ അങ്ങനെ ആരത്തും മിണ്ടാരൊന്നും ഇല്ലെന്ന്. അപ്പോൾ ആ പെൺപിള്ളേർ പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ പാവമായിട്ടുള്ള ചെറുക്കനെ ഇഷ്ടമൊക്കെയാണെന്ന്. എന്നിട്ട് അതിലൊരാളാണെങ്കിൽ ഡേവണിൻ്റെ അടുത്ത് പറയും, ഡേവൺ നിന്നെ കാണാൻ നല്ല ഹാൻസം ആണെന്ന്. ഈ പെണ്ണ് പറയുന്നത് കേട്ട് ചിരിച്ചിട്ട് ഡേവൺ പറയും, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോ, എന്നെ പുകഴ്ത്തിയോണ്ടല്ല ഞാൻ ഓർഡർ ചെയ്യാൻ പറഞ്ഞേന്ന്. ഡേവൺ പറയുന്നത് കേട്ടിട്ട് ആ പെൺപിള്ളേരാണെങ്കിൽ അങ്ങോട്ട് ചിരി തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ ലീസുയിക്ക് ദേഷ്യം സഹിക്കാനേ വയ്യ. അപ്പോൾ ടേക്കിങ് പറയും, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെന്ന്. അപ്പോൾ അവൻ വാഷ്റൂമിൽ പോയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഡേവൺ വരുന്നുണ്ട്. ഡേവൺ വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ബോർ അടിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയും, അതെ എനിക്ക് ബോർ അടിക്കുന്നുണ്ട്, അതുപോലെ എനിക്ക് തണുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഡേവൺ പറയും, കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന്. അപ്പോൾ ടീ ചോദിക്കും, ഇങ്ങനെ എപ്പോഴും ഡേറ്റിങ്ങിന് വരാറുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയും, ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഡേറ്റിങ്ങിന് വരുന്നതെന്ന്, അതും എൻ്റെ ഫ്രണ്ട് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് അവർ തിരിച്ച് ആ ടേബിളിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഡേവൺ ആണെങ്കിൽ ടേക്കിങ്ങിൻ്റെ സീറ്റിലിരിക്കുന്നു. ഇത് കണ്ടിട്ട് ഡേവണിൻ്റെ അടുത്ത് ടേക്കിങ് പറയും, ഇത് എൻ്റെ സീറ്റല്ലേ എന്ന്. അപ്പോൾ അവൻ പറയും, നിനക്കല്ലേ തണുക്കുന്നതെന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഇവിടെ ഇരിക്കാമെന്ന്. അങ്ങനെ അവ ഓ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ടേക്കിങ് അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഗ്ലാസ്സിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഡേവൺ ആണെങ്കിൽ അവന് വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ലീസുവിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്ത് അതിലൊരു പെണ്ണ് പറയുന്നുണ്ട്, ഓ നല്ല തണുക്കുന്നുണ്ടല്ലോ എന്ന്. ഇത് കേട്ടിട്ട് ഡേവൺ ആണെങ്കിൽ അവൻ്റെ ഷർട്ട് എടുത്ത് ആ പെണ്ണ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടും അവിടെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ലീസുവി ഇരിക്കുകയാണ്. ഡേവണിനെ ടേക്കിങ്ങും ഒരുമാതിരി നോക്കുന്നുണ്ട് ഇത് കണ്ടിട്ട്. പിന്നെ അവർ പോകാൻ സമയത്ത് ഡേവണിൻ്റെ അടുത്ത് ആ പെണ്ണ് വന്ന് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇത് ടേക്കിങ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവർ 3 പേരും കൂടെ നടന്നു പോകുകയായിരുന്നു. ഈ സമയത്ത് ലീസുവി പറയും, ഞാൻ എന്തോ മറന്നു വെച്ചിട്ടാണ് വന്നത്, ഞാനത് പോയി എടുത്തിട്ട് വരാമെന്ന്. ലീസുവി പോയതിന് ശേഷം ഡേവണിൻ്റെ അടുത്താണെങ്കിൽ ടേക്കിങ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ആ പെണ്ണിന് നമ്പർ കൊടുത്തേന്ന്. ഇത് കേട്ടാണെങ്കിൽ ഡേവൺ ടേക്കിങ്ങിനെ ഒരുമാതിരി നോക്കുന്നുണ്ട്. അപ്പം ഡേവണിൻ്റെ അടുത്ത് ടേക്കിങ് പറയും, ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാമെന്നുള്ളവർക്ക് മാത്രമല്ലേ നമ്പർ കൊടുക്കാറുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന്. ടേക്കിങ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഡേവൺ പറയും,
ഞാൻ ഇപ്പോൾ അവൾക്ക് നമ്പർ കൊടുത്തില്ലേ എന്നെങ്കിൽ അവൾക്കത് വിഷമമാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് നമ്പർ കൊടുത്തതെന്ന്. പിന്നെ ആ 2 പെൺപിള്ളേരാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ഡേവോൻ്റേത് എന്ത് നല്ല ക്യാരക്ടറാണല്ലേ എന്ന്. ഈ സമയം അവിടെ ലീസൂഹി വന്നിട്ട് അവർക്ക് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഡേവോൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്കും ആ പെൺപിള്ളേരാണെങ്കിൽ ലീസൂഹി പറയുന്നത് കേട്ട് പേടിക്കുന്നുണ്ട്. അവിടെ ആ സമയത്ത് ഡേവോൺ ആണെങ്കിൽ ടേക്കിങ്ങിനോട് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ ഇന്ന് വന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന്. അപ്പോൾ അവൻ ചോദിക്കും അതിന് പൈസയൊക്കെ കൊടുത്തത് നീയല്ലേ എന്ന്. അപ്പോൾ ഡേവോൺ പറയും നീ എന്തായാലും ഇതുപോലെ എല്ലാവരുടെയും കൂട്ടാവാൻ നോക്കണേ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് രണ്ടുപേരും 2 വഴിക്ക് പോകുന്നു. അവിടെ നിന്ന് നടന്ന് ടേക്കിങ് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഷിൻമുവിനെ ആരൊക്കെ ചേർന്ന് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ചെറുക്കൻ പറയുന്നു എന്താ ഷിൻമു നീയൊന്നും പറയാത്തത്, നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ രഹസ്യവും ഞങ്ങൾക്ക് അറിയാമെന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാൻ. ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ഷിൻമുവിൻ്റെ അടുത്തേക്ക് ടേക്കിങ് പോകുന്നുണ്ട്. എന്നിട്ട് ഷിൻമു എന്ന് വിളിക്കുന്നു. ടേക്കിങ്ങിനെ കണ്ടിട്ട് അതിലൊരു ചെറുക്കൻ ഷിൻമുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ഷിൻമു ഇത് നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന്. ഇത് കേട്ടിട്ട് ഷിൻമുവിന് ദേഷ്യം വന്ന് ആ ചെറുക്കനെ അടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ടേക്കിങ് പറയും ഞാൻ ഇവൻ്റെ ബോയ് ഫ്രണ്ടൊന്നും അല്ല, ബോയ് ഫ്രണ്ട് പോയിട്ട് ഒരു ഫ്രണ്ട് പോലും അല്ലെന്ന്. എന്നിട്ട് ഷിൻമുവിൻ്റെ അടുത്ത് പറയും വാ ഷിൻമു നമുക്ക് പോവാന്ന്. ഇവർ പോകുന്നത് കണ്ടിട്ട് അതിലൊരു ചെറുക്കൻ ചോദിക്കും ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞ് ടീക്കിങ്ങനെ പോയി ഒറ്റ അടി. അവനാണെങ്കിൽ ആ അടി കൊണ്ട് ഉടനെ തറയിലേക്ക് വീഴുന്നുമുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്നാണെങ്കിൽ ഷിൻമു അവനെ അടിക്കാനായിട്ട് പോകും. അപ്പോൾ തന്നെ അവിടെ പോലീസും വരുന്നുണ്ട്. പോലീസിനെ കണ്ടാണെങ്കിൽ ഈ പിള്ളേരെല്ലാം ഓടി എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞ് ഓടിച്ചെന്ന് ഷിൻമു ടേക്കിങ് എന്ത് പറ്റും നീ എണിയടാ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ഹായ് അല്ലെങ്കിൽ ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ ബൈ.